നിർണായക അറബ് ഇസ്ലാമിക ഉച്ചകോടിക്ക് ഒരുങ്ങി ദോഹ. അറബ് രാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇസ്രായേലിനെതിരെ അറബ് നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് ഉറ്റുനോക്കുകയാണ് ലോകം. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, ലോകം ഉറ്റുനോക്കുന്നു. എന്തായിരിക്കും, ഏത് തരത്തിലായിരിക്കും ഇസ്രായേലിനുള്ള മറുപടിയെന്ന് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമോ? എപ്പോഴായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക? ധന്യ, ഇന്ന് 3 മണിക്ക് ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി സമ്മേളിക്കാൻ ദോഹയിൽ. എല്ലാ രാഷ്ട്ര നേതാക്കളും, അറബ് ലോകത്തു നിന്നുള്ള രാഷ്ട്ര നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയുന്നത് പ്രകാരം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, സിറിയൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ ഷാറ, ഇറാഖ് പ്രധാനമന്ത്രി, ഇങ്ങനെ നിരവധി ലോക രാഷ്ട്ര നേതാക്കൾ, ലോക അറബ് രാഷ്ട്ര നേതാക്കൾ ദോഹയിൽ എത്തിക്കഴിഞ്ഞു. അവരെ ഇവിടുത്തെ ഭരണകൂടം വരവേറ്റു. ഇവിടെ ഷെറാട്ടൺ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മീഡിയ സെന്ററിലാണ്. ഷെറാട്ടൺ ഹോട്ടലിന് തൊട്ടടുത്തുള്ള, ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഷെറാട്ടൺ ഹോട്ടലിലേക്കുള്ളൂ. അവിടെയാണ് ഉച്ചകോടി നടക്കുന്നത്. രാഷ്ട്ര നേതാക്കളെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഈ സമയത്തും വന്ന രാഷ്ട്ര നേതാക്കളെ സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടുത്തെ ന്യൂസ് ഏജൻസി Q&A പങ്കുവെക്കുന്നത്. അത് അറബ് രാഷ്ട്രങ്ങൾക്കൊപ്പം GCCയിലെ രാഷ്ട്ര നേതാക്കൾ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആരൊക്കെ അതിൽ വരുന്നു എന്നൊരു വ്യക്തതയില്ല. കുവൈത്ത് കിരീടാവകാശം എത്തിയിട്ടുണ്ട്. അതുപോലെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ്, ഒമാൻ സുൽത്താൻ എത്തിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗദി കിരീടാവകാശിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. GCCയിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കളും അതുപോലെ മറ്റ് അറബ് രാഷ്ട്ര നേതാക്കളും കൂടി ചേർന്നാണ് ഈ അറബ് അടിയന്തര ഉച്ചകോടിക്കായി നിലവിൽ ഷെറാട്ടൺ ഹോട്ടലിലേക്ക് പോകുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം 10 മിനിറ്റിനകം ഉച്ചകോടി ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 മണിയോടുകൂടെ ഈ ഉച്ചകോടി ആരംഭിക്കുകയും അതിനുശേഷം നമ്മൾ ഇവിടുന്ന് 5 മണിയോടുകൂടെ ഇവിടുന്ന് ഷെറാട്ടൺ ഹോട്ടലിലേക്ക് ബസ്സിൽ പോവുകയും അവിടെ ഒരു 6 മണിക്ക് പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഏത് തരത്തിലുള്ള നടപടികളാണ് ഇസ്രായേലിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ അടിയന്തര അറബ് ഉച്ചകോടി ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രമാണുള്ളത്. സെപ്റ്റംബർ 9 ദോഹയിൽ ഇസ്രായേൽ നടത്തിയ നിഷ്ഠുരമായ ആക്രമണത്തിന്റെ, ഹമാസ് താമസ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദോഹ സമ്മേളനം ചേരുന്നത്. ധന്യ.